SBI അക്കൗണ്ട് ഉള്ളവർ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കാണും. നിങ്ങൾക്ക് ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു മാസത്തിൽ എത്ര തവണ പണം പിൻവലിക്കുന്നു എന്ന കാര്യം ഇനി മുതൽ വളരെ പ്രധാനമാണ്. കാരണം ഒക്ടോബർ 1 മുതൽ BSBD അക്കൗണ്ടുകളുടെ ക്യാഷ് വിഡ്രോവൽ സംബന്ധിച്ച സർവീസ് ചാർജിൽ മാറ്റം വരികയാണ്. ഒരു മാസത്തിൽ 4 തവണ വരെ പണം പിൻവലിക്കാൻ സൗജന്യം. പക്ഷേ 5ാമത്തെ വിഡ്രോവൽ മുതൽ ഓരോ തവണയും 15+ GST നൽകേണ്ടി വരും. ഇവിടെ മറ്റൊരു പ്രധാന മാറ്റം കൂടിയുണ്ട്. ATM മാത്രമല്ല, ബ്രാഞ്ച് വഴിയും മറ്റ് മാർഗങ്ങളിലൂടെയും നടത്തുന്ന ക്യാഷ് വിഡ്രോവലുകളും ഈ പരിധിയിൽ ഉൾപ്പെടും. അതായത് ഞാൻ ATM ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല എന്ന് കരുതുന്നവർ ഈ വീഡിയോ മുഴുവൻ കാണണം. കാരണം പുതിയ നിയമത്തിൽ എന്തൊക്കെ വിഡ്രോളാണ് കൗണ്ട് ചെയ്യുന്നത്, UPI വഴി ATMൽ നിന്നും പണമെടുത്താൽ എന്താകും, 4 തവണ കഴിഞ്ഞാൽ എത്ര ചാർജ് വരും, എല്ലാ SBI അക്കൗണ്ടുകൾക്കും ഈ നിയമം ബാധകമാണോ, ഇവയെല്ലാം ഈ വീഡിയോയിൽ വളരെ ലളിതമായി പറയാം. BSBD അക്കൗണ്ട് എന്താണ്? ആദ്യം ഒരു കാര്യം മനസ്സിലാക്കാം. BSBD അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് BSBD അക്കൗണ്ട്. സാധാരണക്കാരെയും ചെറിയ വരുമാനമുള്ളവരെയും ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം അക്കൗണ്ടുകൾ അവതരിപ്പിച്ചത്. ഈ അക്കൗണ്ടിൻ്റെ പ്രധാന പ്രത്യേകത എന്താണ്? മിനിമം ബാലൻസ് നിർബന്ധമല്ല. അതായത് അക്കൗണ്ടിൽ ഒരു നിശ്ചിത തുക എപ്പോഴും സൂക്ഷിക്കണമെന്ന നിബന്ധനയില്ല. ചെറിയ തുകകൾ മാത്രം അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നവർക്കും ബാങ്കിംഗ് സേവനം ഉപയോഗിക്കാൻ ഇത് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ഇടയിൽ BSBD അക്കൗണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അക്കൗണ്ടാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന മാറ്റം പണം ഇടുന്നതിനെക്കുറിച്ചല്ല, പണം പിൻവലിക്കുന്നതിനെക്കുറിച്ചാണ്. പ്രധാന മാറ്റം എന്താണ്? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒക്ടോബർ 1 മുതൽ ഒരു മാസത്തിൽ 4 വിഡ്രോൾ വരെ സൗജന്യമായിരിക്കും. അത് കഴിഞ്ഞാൽ 5ാമത്തെ വിഡ്രോൾ മുതൽ ഓരോ പണം പിൻവലിക്കുന്നതിനും 15+ GST ചാർജ് വരും. ഒരു ഉദാഹരണം നോക്കാം. നിങ്ങൾ ഒക്ടോബർ മാസത്തിൽ 1ാം തവണ പണം പിൻവലിച്ചു ഫ്രീ ആയിട്ട്, 2ാം തവണയും ഫ്രീ, 3ാം തവണയും ഫ്രീ, 4ാം തവണ ഫ്രീ. ഇവിടെ വരെ പ്രശ്നമില്ല. പക്ഷേ 5ാമത്തെ തവണ പണം പിൻവലിച്ചാൽ 15+ GST, 6ാമത്തെ തവണ വീണ്ടും 15+ GST, 7ാമത്തെ തവണ വീണ്ടും ചാർജ്. അതുകൊണ്ട് ഒരു മാസത്തിൽ പല തവണ ചെറിയ തുകകൾ പിൻവലിക്കുന്ന ശീലം ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ATM മാത്രമല്ല. ഇവിടെയാണ് പലരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. നേരത്തെ ഡിജിറ്റൽ ട്രാൻസാക്ഷന് ചില ഇളവുകൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്നും ഇപ്പോൾ മാറ്റം വരുന്നു. ATM, ബ്രാഞ്ച്, മറ്റ് ക്യാഷ് വിഡ്രാ മാർഗങ്ങൾ എന്നിവയെല്ലാം ഈ 4 വിഡ്രോൾ പരിധിയിൽ ഉൾപ്പെടും. അതുകൊണ്ട് ഞാൻ ATMൽ നിന്ന് മാത്രം പണം എടുക്കുന്നില്ല, ഞാൻ ബ്രാഞ്ചിൽ പോയിട്ടാണ് പണം എടുക്കുന്നത് എന്ന് പറഞ്ഞ് ഈ മാറ്റം അവഗണിക്കരുത്. നിങ്ങളുടെ ക്യാഷ് വിഡ്രോൾസ് എത്രയെന്നത് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഒരു മാസത്തിൽ പലതവണ ചെറിയ തുകകൾ പിൻവലിക്കുന്നവർക്ക് ഇത് പ്രധാനമാണ്. UPI വഴി ATM വിഡ്രോവൽ ചെയ്താൽ ഇപ്പോൾ പലരും ഉപയോഗിക്കുന്ന ഒരു സൗകര്യമാണ് UPI ഉപയോഗിച്ച് ATMൽ നിന്നും ക്യാഷ് വിഡ്രോവൽ ചെയ്യുന്നത്. കാർഡ് കയ്യിലില്ലെങ്കിലും ചില ATMകളിൽ UPI ഉപയോഗിച്ച് പണം പിൻവലിക്കാൻ സാധിക്കും. ഇവിടെയും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ക്യാഷ് വിഡ്രോവൽ എന്ന നിലയിൽ വരുന്ന ഇടപാടുകൾക്ക് പുതിയ വിഡ്രോവൽ ലിമിറ്റ് ബാധകമാകാം. അതുകൊണ്ട് UPI ആണല്ലോ, ഇത് വിഡ്രോളായി കൗണ്ട് ചെയ്യില്ല എന്ന് കരുതുന്നത് ശരിയല്ല. നിങ്ങളുടെ BSBD അക്കൗണ്ടിൽ നിന്നും ക്യാഷ് വിഡ്രോൾ നടത്തുമ്പോൾ ആ ഇടപാട് ഈ മാസത്തെ വിഡ്രോൾ കൗണ്ടിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. BSBD അക്കൗണ്ടിൻ്റെ പ്രധാന ഗുണങ്ങൾ. ഇപ്പോൾ ഒരു കാര്യം കൂടി പറയാം. ഈ മാറ്റം വന്നതുകൊണ്ട് BSBD അക്കൗണ്ട് മോശം അക്കൗണ്ടാണ് എന്നർത്ഥമില്ല. ഇതിന് എപ്പോഴും നിരവധി പ്രത്യേകതകളുണ്ട്. ഒന്നാമത്, മിനിമം ബാലൻസ് ആവശ്യമില്ല. 2ാമത്, ബേസിക് ബാങ്കിംഗ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ സാധിക്കും. 3ാമത്, റുപേ പേ ATM കാർഡ് സൗജന്യമായി ലഭിക്കുന്ന സൗകര്യമുണ്ട്. കൂടാതെ വാർഷിക മെയിൻ്റനൻസ് ചാർജ് ഇല്ലാത്ത കാർഡ് സൗകര്യവും ഇതിൻ്റെ പ്രധാന പ്രത്യേകതകളിൽ ഒന്നാണ്.
ചെറിയ വരുമാനമുള്ളവർക്കും ബാങ്കിങ് സേവനം എളുപ്പത്തിൽ ഉപയോഗിക്കാൻ ഈ അക്കൗണ്ട് സഹായിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് അനുയോജ്യമായി ആണോ എന്ന് നോക്കിയാണ് അക്കൗണ്ട് ഉപയോഗിക്കേണ്ടത്. BSBD അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇനി പലർക്കും അറിയാത്ത ഒരു കാര്യം, BSBD അക്കൗണ്ടുള്ള ഒരാൾക്ക് അതേ ബാങ്കിൽ മറ്റൊരു സാധാരണ സേവിങ് അക്കൗണ്ട് ഒരേ സമയം നിലനിർത്തുന്നതിന് നിയന്ത്രണമുണ്ട്. അങ്ങനെ ഒരു സാധാരണ സേവിങ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ അത് ക്ലോസ് ചെയ്യേണ്ട സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് BSBD അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ SBIയിൽ മറ്റൊരു സേവിങ് അക്കൗണ്ട് ഉണ്ടോ എന്ന് പരിശോധിക്കുക. സംശയമുണ്ടെങ്കിൽ SBI ബ്രാഞ്ചുമായി ബന്ധപ്പെടുകയോ ഔദ്യോഗിക ബാങ്കിങ് ചാനലിലൂടെ സ്ഥിരീകരിക്കുകയോ ചെയ്യുക. നെഫ്റ്റ് RTGS സംബന്ധിച്ച് ഇനി പണം ട്രാൻസ്ഫർ ചെയ്യുന്നവർക്കുള്ള ഒരു പ്രധാന വിവരം, നെഫ്റ്റ് RTGS പോലുള്ള ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സംവിധാനങ്ങൾ വഴി പണം നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ വിഡ്രോൾ ചാർജിനെ കുഴയ്ക്കരുത്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് പ്രധാനമായും ക്യാഷ് വിഡ്രോൾ അക്കൗണ്ട് സംബന്ധിച്ച മരത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് പണം ട്രാൻസ്ഫർ ചെയ്യുന്നതും ക്യാഷ് വിഡ്രോൾ ചെയ്യുന്നതും രണ്ടും വ്യത്യസ്ത കാര്യങ്ങളായി മനസ്സിലാക്കണം. ചെക്ക് ബുക്ക് സംബന്ധിച്ച കാര്യം, BSBD അക്കൗണ്ട് ഉപയോഗിക്കുന്നവർ മറ്റൊരു കാര്യവും ശ്രദ്ധിക്കണം. ചെക്ക് ബുക്ക് സൗകര്യം സാധാരണ സേവിങ് അക്കൗണ്ട് പോലെ ലഭ്യമാകണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരമായി ചെക്ക് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ നിലവിലെ സൗകര്യങ്ങൾ SBIയിൽ നിന്ന് നേരിട്ട് പരിശോധിക്കുന്നത് നല്ലതാണ്. ഇനി നിങ്ങളോട് ഒരു ചെറിയ ചോദ്യം, നിങ്ങൾക്ക് BSBD അക്കൗണ്ട് ഉണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു മാസത്തിൽ എത്ര തവണ ക്യാഷ് വിഡ്രോൾ നടത്തിയെന്ന് അറിയാമോ? 4 തവണയോ 5 തവണയോ അതിലധികമോ? ഇനി മുതൽ ഒരു കാര്യം ചെയ്യുക, മാസത്തിലെ ക്യാഷ് വിഡ്രോൾ ഒന്ന് ട്രാക്ക് ചെയ്യുക. പ്രത്യേകിച്ച് 500, 1000, 2000 എന്നിങ്ങനെ ചെറിയ തുകകൾ പല തവണയായി പിൻവലിക്കുന്ന ശീലമുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത മൾട്ടിപ്പിൾ വിഡ്രോൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഒരു മാസത്തിൽ 4 സൗജന്യ വിഡ്രോൾ കഴിഞ്ഞാൽ ഓരോ അധിക വിഡ്രോളിനും 15+ GST എന്ന ചാർജ് വരാൻ സാധ്യതയുള്ളതിനാൽ വിഡ്രോൾ എണ്ണം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറയാം, BSBD അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കുക, ഒക്ടോബർ 1 മുതൽ വിഡ്രോൾ സംബന്ധിച്ച പുതിയ ചാർജ് സ്ട്രക്ചർ നിലവിൽ വരും. ഒരു മാസത്തിൽ 4 വിഡ്രോൾ വരെ സൗജന്യം. അതിനുശേഷം ഓരോ അധിക വിഡ്രോളിനും 15+ GST. ATM മാത്രമല്ല, ബാധകമായ മറ്റ് ക്യാഷ് വിഡ്രോൾ മാർഗങ്ങളും ഈ പരിധിയിൽ വരാം. അതുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് BSBD അക്കൗണ്ട് ആണോ എന്ന് ആദ്യം പരിശോധിക്കുക. ഈ വിവരം നിങ്ങളുടെ വീട്ടിലുള്ള SBI അക്കൗണ്ട് ഉപയോഗിക്കുന്ന മാതാപിതാക്കൾക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കൂടി ഷെയർ ചെയ്യുക. ഇത്തരം ബാങ്കിങ് അപ്ഡേറ്റ്സ്, ഗവൺമെൻറ് സ്കീംസ്, ജോബ് അപ്ഡേറ്റ്സ്, ഫിനാൻഷ്യൽ അവയർനെസ് ന്യൂസ് എന്നിവ കൃത്യമായി അറിയാൻ വോയിസ് ഓഫ് RBR ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത്തരം പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ആദ്യം അറിയാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി അമർത്തുക. ഞാൻ RB റജി, വോയിസ് ഓഫ് RBRൽ വീണ്ടും കാണാം. നന്ദി.